ഓക്കെ, ഫാമിലി ബിസിനസ് എന്താണെന്ന് മനസ്സിലായാൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൗ ടു മാനേജ് ദ ഫാമിലി ബിസിനസ്. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ കുറെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. സോ ഇങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസോ ലിമിറ്റേഷൻസോ ഒന്നുമില്ലാതെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഒരു ഫാമിലി ബിസിനസ് എന്ന് പറയുന്ന സാധനം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മാനേജ് ഡൈവേഴ്സ് ഒപ്പീനിയൻ ഓഫ് ഡിഫറെന്റ് ഫാമിലി മെമ്പേഴ്സ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഫാമിലിയാണ്, പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലെ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെയും ഒപ്പീനിയനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അങ്ങനെ പറ്റണം. പറ്റിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന മാനേജ് ഫാമിലി ബിസിനസിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നമ്പർ 1. നമ്പർ 2, ക്രിയേറ്റിംഗ് സക്സഷൻ പ്ലാൻ ബിറ്റ്വീൻ സിബ്ലിംഗ്സ് ആൻഡ് കസിൻസ്. അതായത് ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസിന്റെ ഒരു സക്സഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഇന്ന നാളിൽ ഇന്ന പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതുപോലെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇന്ന സമയത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സമയത്ത് ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ, ഡിഫിക്കൽട്ടീസ് അറൈസിംഗ് ബിക്കോസ് ഓഫ് ജനറേഷൻ ഗ്യാപ്പ്. അതായത് ഫാമിലി ബിസിനസ് ആണ്, എന്താ പറയാ, 2, 3, 4 ജനറേഷൻസ് കയറി വരാൻ സാധ്യതകളാണ്. സോ ജനറേഷൻസ് മാറുന്നതോറും അവരുടെ അഭിപ്രായങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിന് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. സോ ഈ പറയുന്നത് പോലെ ഒരു ജനറേഷൻ ഗ്യാപ്പിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഫാമിലി ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ the maintenance of talented staff which may feel uncomfortable due to the lack of professional environment. നമ്മൾ ഡിസഡ്വാൻറ്റേജ് പറയുന്ന സമയത്തോടെ പറഞ്ഞായിരുന്നു ഈ പറയുന്നത് പോലെ പ്രോപ്പർ ആയിട്ട് എംപ്ലോയീസ് ഒരു ഫാമിലി ബിസിനസ്സിനകത്ത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ പറയുന്ന അവർക്കൊരു വാല്യൂ ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് അവർക്ക് ഈ ഫാമിലി ബിസിനസ്സിനകത്തോട്ട് വരാൻ ഒരു പ്രത്യേക മടിയായിരിക്കും. സോ ആ കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ അതാത് സ്ഥാനങ്ങളിലോട്ട് നിയമിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫാമിലി ബിസിനസ് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായി? അതായത് ഇത് ഫാമിലി ബിസിനസ് ആണ് എന്നുള്ള കോൺസെപ്റ്റ് മാറ്റിയിട്ട് ഇത് വെറും ബിസിനസ് ആണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് തുടങ്ങണം എന്നർത്ഥം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, lack of trust for younger generation in the vivid of older generation. അതായത് ഈ പഴയ ആൾക്കാർ അവരുടെ തത്വങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് അല്ലെ. അതായത് അവർ ഇത്രയും നാൾ തുടങ്ങിയ സ്ഥാപനമാണ് അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ്. സോ അവർ ഫോളോ ചെയ്യുന്ന അവരുടേതായിട്ടുള്ള തത്വങ്ങളുണ്ടാവും. ഓക്കെ, അത് ഫോളോ ചെയ്യാൻ ആർക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഈ പറയുന്ന യങ്ങർ ജനറേഷൻ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായി? സോ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ തമ്മിലൊരു കോൺഫ്ലിക്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അതിനെ കൂടെ മാറ്റി നിർത്തിയിട്ട് ഈ പറയുന്ന ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന സാധനത്തിനെ അങ്ങ് ഇല്ലാതെയാക്കുക. കോമൺ ആയിട്ട് കയറി വരുന്ന കാര്യങ്ങൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രം ഒരു തീരുമാനം അഭിപ്രായം എടുക്കുക. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോഴും നമുക്ക് സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഫാമിലി ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ, റെഗുലർ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ which seems impossible without diversion of ownership. നമ്മൾ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞ നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞായിരുന്നു എന്താ, ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഫുൾ ആയിട്ട് തളർന്നു പോകും. കാരണം ഒരു ഫാമിലി ബിസിനസ് ആണ്, അവിടെ ഫാമിലി മെമ്പേഴ്സിന് അല്ലെങ്കിൽ ആ ഫാമിലിക്ക് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായാൽ പിന്നെ നമുക്ക് ഫണ്ട് റൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത് എന്താ, നിങ്ങൾ ഫാമിലി ബിസിനസ് ചെയ്തോ, നിങ്ങൾ തന്നെയാണ് ലീഡിംഗ് റോളിലൊക്കെ നിന്നത്, പക്ഷെ ഓണർഷിപ്പിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക. ഓക്കെ, കുറച്ചുകൂടെ വേറെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാരെ കൂടെ ഓണർഷിപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന നേരത്ത് നമുക്ക് ഈ ഫണ്ട് റോൾ ചെയ്യാൻ വളരെ എളുപ്പമായി. മനസ്സിലായി? ഈ ഫണ്ട് ഇതിനടുത്ത് റോൾ ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി ബിസിനസിനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഹൗ ടു ബ്രിങ് ദ കോർപ്പറേറ്റ് ഗവർണൻസ് ഇൻ ഫാമിലി ബിസിനസ്. നമ്മൾ ആദ്യത്തെ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഫുൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത് ഫാമിലി ബിസിനസിനെ കുറിച്ചാണ്. ഇനി പറയുന്നത് ഇങ്ങനെയുള്ള ഫാമിലി ബിസിനസ്സിലോട്ട് എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവരാൻ. നിങ്ങൾ ആലോചിച്ച് ഫാമിലി ബിസിനസ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സിന്റെ പ്രോഫിറ്റബിളിന് കൂടാതെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ പ്രോഫിറ്റബിൾ എന്നല്ലാതെ അവർ വേറെ കുറെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ, ഓണർഷിപ്പ് മാനേജ്മെന്റും എല്ലാം ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. ഓണർഷിപ്പും അവരുടെ കയ്യിലാണ്, അത് മാനേജ് ചെയ്യുന്നത് ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സ് ആണ്. സോ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു നോർമൽ കമ്പനിക്കകത്ത് ഉണ്ടാവുന്ന ഈ പറയുന്ന കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന സാധനം, കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് വെച്ചാൽ എന്താ, ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഫിനാൻസേഴ്സ്, അങ്ങനെ കമ്പനിയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള റെഗുലേഷൻസ് പോളിസീസ് അപ്ലൈ ചെയ്യും. സോ ഇവിടെ ഫാമിലി ബിസിനസ് ആവുന്ന നേരത്ത് അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. സോ അങ്ങനെ കുറയാൻ പാടില്ല. കാരണം എന്താ, അങ്ങനെ കുറഞ്ഞാൽ ഈ ഫാമിലി ബിസിനസിനെ തന്നെ അത് പ്രോപ്പർ ആയിട്ട് ബാധിക്കും. സോ ഇവിടെ പറയുന്നത് എന്താ, എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന സാധനം ഫാമിലി ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്നത്.
അതിനകത്ത് കുറച്ച് സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് ഹാവ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ സോ ദാറ്റ് ദേ ക്യാൻ വർക്ക് വിത്തൗട്ട് ബയസ്. അതായത് നമ്മുടെ ഫാമിലി ബിസിനസ്സിനകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്കകത്തുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് കുറച്ചും കൂടെ ആ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് ഈ പറയുന്ന കമ്പനിയുടെ മാനേജ്മെന്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പോലെ ഫാമിലിന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഓണർഷിപ്പ് എന്നോ അങ്ങനെയൊന്നുമില്ല. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ദാറ്റ് മീൻസ് ആ കമ്പനിയുമായിട്ട് യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ. സോ അവര് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ട് കമ്പനിയെ ചുറ്റുപറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ എൻവയോൺമെന്റിനെ കൂടെ എന്ത് ചെയ്യും, അവര് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു ഡിസിഷൻ എടുക്കുള്ളൂ. സോ ഫാമിലി ബിസിനസ് ഈ പറയുന്ന കോർപ്പറേറ്റ് ഗവൺമെന്റ്സ് ഫാമിലി ബിസിനസ്സിനകത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ കൂടെ അപ്പോയിന്റ് ചെയ്യും. നമ്പർ 1. നമ്പർ 2, CEO should not be appointed blindly without any performance evaluation. അതായത് ഇപ്പൊ നിങ്ങളുടെ ഫാമിലി ബിസിനസ് ആണ്, കുടുംബത്തെ കാർന്നവരാണോ അങ്ങനെ പിടിച്ചിട്ട് കമ്പനിയുടെ എന്തായിട്ട് അപ്പോയിന്റ് ചെയ്തു, CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. അങ്ങേർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അങ്ങേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ നോക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന നേരത്തും ഈ പറയുന്നത് പോലെ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഈ പറയുന്ന നമ്മുടെ കമ്പനിക്കകത്ത് കൊണ്ടുവരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, അവർക്ക് ഈ പറയുന്ന കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്ന് പോലും അറിയില്ല. ആകെ കൂടെ നമ്മുടെ മുത്തച്ഛനാണോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു കാർന്നവരാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. സോ ഇവിടെ പറയുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അത്രയും പ്രൊഫഷണൽ നോളജും അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രമേ ആ ഒരു തലപ്പത്ത് നമ്മൾ ഇരുത്താവൂ. എന്നാൽ മാത്രമേ ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന സാധനം ഏതിനകത്തോട് വരുള്ളൂ, നമ്മുടെ ഫാമിലി ബിസിനസ്സിനകത്തോട് കൊണ്ടുവരും. And third one, the forefathers should make succession plan during their life and must be explained to all for better implementation. ഈ പറഞ്ഞതുപോലെ നമ്മുടെ നമുക്ക് പോലുള്ള ആൾക്കാർ, നമ്മുടെ കാർന്നവർ ഈ പറഞ്ഞതുപോലെ അവരായിരിക്കും ഈ പറഞ്ഞ എന്താ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. പക്ഷെ അവർക്കൊരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. ഇന്നത്തെ കാലത്തിന് ശേഷം ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കാലത്തിന് ശേഷം ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന ആൾക്കാരെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കി വെക്കും. മനസ്സിലായി? ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മിസ്റ്റർ എ എന്ന് പറയുന്ന ആളാണ് ഒരു ബിസിനസ് തുടങ്ങുന്നത്. അതിനകത്ത് എയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ബിസിനസ് റൺ ചെയ്യുന്നു. കുറച്ച് കാലത്തിന് ശേഷം മിസ്റ്റർ എ മരിച്ചു. മിസ്റ്റർ ബി ആണ് അടുത്തത് എയുടെ മകനായിട്ട് പറഞ്ഞത്. മിസ്റ്റർ ബിക്ക് 2 മക്കളാണ്, സിയും ബി. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവരാണ് ഇത് റൺ ചെയ്തു പോകുന്നത്. ഇങ്ങനെ ജനറേഷൻ കൂടുന്നതോറും ഈ പറയുന്നത് പോലെ പുതിയ ആൾക്കാരിലോട്ട് അവർ തമ്മിലൊരു കോൺഫ്ലിക്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഇത് മിസ്റ്റർ എ നിന്ന് തുടങ്ങിയതായതുകൊണ്ട് എയോ ബിയോ ആരാന്ന് വെച്ചാൽ അവർ പ്രോപ്പർ ആയിട്ടുള്ള സക്സസ്ഫുൾ പ്ലാൻ കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അവരുടെ കാലശേഷം അല്ലെങ്കിൽ ഇന്ന വർഷത്തിന് ശേഷം ഇന്ന ആൾക്കാർ ഇന്നതുപോലെ ഇന്ന ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർ കൊണ്ടുവന്ന സാധനം അതേപോലെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. Okay, and the last one, the internal control should be established and no one should be allowed to break it even if he holds supreme position in the company. അതായത് ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതിന്റെ ഇന്റേണൽ കൺട്രോൾ തന്നെയാണ് അല്ലെ. ഓരോരുത്തർക്കും ഡ്യൂട്ടി അസൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കമ്പനി അല്ലെങ്കിൽ ആ ബിസിനസ് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും അതിന്റെ ഇന്റേണൽ കൺട്രോൾ കൊണ്ട് മാത്രമാണ്. ഇവിടെ പറയുന്നത് ഒരു സുപ്രീം പൊസിഷൻ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾക്ക് കയറിയിട്ട് ആ ഇന്റേണൽ കൺട്രോളിനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളായിരിക്കും കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡോമിനന്റ് പൊസിഷനിൽ നിൽക്കുന്ന നിങ്ങളായിരിക്കും. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, കമ്പനി മെയിൻറ്റെയിൻ ചെയ്യാൻ, ബിസിനസ് റൺ ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് ഇന്റേണൽ കൺട്രോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇന്റേണൽ കൺട്രോൾ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുക. അവിടെ ഈ പറയുന്ന ബാക്കിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ ബ്രേക്ക് ചെയ്ത രീതിയിൽ വേറെ ആരെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, സ്റ്റേറ്റസ് ഇൻ ഫാമിലി ബിസിനസ്. മനസ്സിലായി? അതായത് എന്താ പറയാ, ഇപ്പൊ ഫാമിലി ബിസിനസ് എന്താണെന്ന് മനസ്സിലായി, കോർപ്പറേറ്റ് ഗവർണൻസ് ഇതിലോട്ട് കൊണ്ടുപോകുന്നു മനസ്സിലായി. ഇനി ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാമിലി ബിസിനസ് ഇപ്പോ ഉണ്ടെങ്കിൽ, ഇപ്പൊ നിലവിലുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന 2, 3, 4 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ബിസിനസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫൗണ്ടർ ഓർ ഫോർഫാദേഴ്സ് which will be governed by founder or the children. Management remains most of the time informal because the number of people and level of business both are small. അതായത് ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഫൗണ്ടർ ആരാണോ, ഓക്കെ, ആ ഫൗണ്ടർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ബിസിനസ് അങ്ങേരുടെ മക്കളും കൂടെ തുടങ്ങി നടത്തിക്കൊണ്ടു പോകും. മനസ്സിലായി? അപ്പോ അവിടെ പരമാവധിയിലധികം കാര്യങ്ങൾ ഇൻഫോർമൽ ആയിരിക്കും. നിങ്ങൾ ആലോചിക്കുക, ഇപ്പം എ ആണ് ഫൗണ്ടർ, എക്ക് 2 മക്കളാണ്, ബിയും സിയും. സോ എയും ബിയും സിയും കൂടിയിട്ടാണ് ആ ഫാമിലി ബിസിനസ് റൺ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ റൺ ചെയ്യുമ്പോൾ അവർക്കൊരു ഡിസിഷൻ എടുക്കാനാണെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഫോർമൽ ആവേണ്ട ആവശ്യമില്ല.
കാരണം എന്താ, അതിന്റെ ഓണർഷിപ്പിനകത്ത് ഇവര് മാത്രമേ ഉള്ളൂ. സോ അവർക്ക് കുറച്ചും കൂടി ഇൻഫോർമൽ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാം, കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം. സോ ഫസ്റ്റ് സ്റ്റേജിനകത്ത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മാത്രമാണ്. അവിടെ ബിസിനസ് വളരെയോ വളരെയോ എന്നുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. സോ ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജിനകത്ത് ഫൗണ്ടറും ഫൗണ്ടറിന്റെ മക്കളും അല്ലെങ്കിൽ ആ കുറച്ച് പേരും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് അധികം ഫോമിലൊന്നും ആവാതെ അവർ എന്ത് ചെയ്യാൻ നോക്കുന്നു, ബിസിനസ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടി നോക്കും. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേജ് കഴിഞ്ഞാൽ ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കേ, the second stage the policies are developed by which treat family members and non family members alike. അതായത് പയ്യനെ ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഫാമിലി മെമ്പേഴ്സിന്റെ കൂട്ടത്തിൽ തന്നെ ഈ നോൺ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നോൺ ഫാമിലി മെമ്പേഴ്സ് കൂടെ ഇതിന്റെ ഭാഗമാവാൻ തുടങ്ങി, കമ്പനിയുടെ ഭാഗമാവാൻ തുടങ്ങി. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോളിസീസ് എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സിനും നോൺ ഫാമിലി മെമ്പേഴ്സിനും, നമ്മുടെ കമ്പനിക്കകത്തുള്ള ഫാമിലി മെമ്പേഴ്സിനും നോൺ ഫാമിലി മെമ്പേഴ്സിനും ഒരേ തരത്തിൽ ഉണ്ടാവുന്ന ഒരേ തരത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പോളിസീസ് അപ്ലൈ ചെയ്യാൻ. ആൻഡ് ഓൾ ദ റെമ്യൂണറേഷൻ ഇസ് ഡ്രാഫ്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് ഇവാലുവേഷൻ സിസ്റ്റം. എന്നിട്ട് ഈ നോൺ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസോ വർക്കേഴ്സോ മാനേജേഴ്സോ ആരെന്ന് വെച്ചാൽ അവർക്ക് ഈ പറയുന്ന പോലെ ഒരു വേർതിരിവില്ലാതെ ഒരു റെമ്യൂണറേഷൻ സിസ്റ്റം ഇവിടെ കൊണ്ടുവരും. മനസ്സിലായി? അതായത് തുടങ്ങിയത് 3 പേരായിരുന്നു, ഇപ്പൊ കമ്പനിക്കകത്ത് 30 പേരായി. ആ 30 പേര് ഫാമിലി മെമ്പേഴ്സ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ നോൺ ഫാമിലി മെമ്പേഴ്സും കൂടെ കയറി വരുന്നതിനകത്ത്, അതായത് നമ്മുടെ കമ്പനിക്കകത്ത് നോൺ ഫാമിലി മെമ്പേഴ്സും കൂടെ കയറി വരുന്നതിനകത്ത് അവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ കൂടെ ഈക്വൽ ആയിട്ട് കണക്കാക്കുന്ന രീതിയിൽ റൂൾസും പ്രൊസീജിയേഴ്സും കൊണ്ടുവരും. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ റെമ്യൂണറേഷൻ പോളിസി കൊണ്ടുവരുന്ന നേരത്ത് അത് ഫാമിലി മെമ്പർ ആണ് നോൺ ഫാമിലി മെമ്പർ ആണ് എന്നുള്ള നോട്ട് ഒന്നും വേണ്ട, എല്ലാവർക്കും അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ റെമ്യൂണറേഷൻ കൊണ്ടുവരുന്ന രീതിയിൽ കൊണ്ടുവരും. എന്നാലേ എന്ത് ചെയ്യാവോ നമ്മുടെ കമ്പനി മുന്നോട്ട് പോകും. And the final stage, the last stage, in the later stage, there are 2 just possibilities. എന്തൊക്കെയാണ്? Either the organization become absolutely formal, അതായത് ഈ നോൺ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കൂടി കമ്പനി ഭയങ്കരമായിട്ട് വളർന്നു കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫോർമൽ എന്ന് പറയുന്ന രീതിക്ക് കൊണ്ടുവരും വിത്തൗട്ട് എനി ബയസ്. മനസ്സിലായി? അതായത് ആ കമ്പനിയായി ഇനി അവിടെ ഫാമിലി മെമ്പേഴ്സോ ഫാമിലി അങ്ങനെ ഫാമിലി ബിസിനസ്സോ അങ്ങനെ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഫോർമൽ ആയിട്ട് സാധാരണ രീതിയിൽ ഒരു നോൺ ഫാമിലി ബിസിനസ് സ്ഥാപനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഓപ്ഷൻ നമ്പർ 1. അതർവൈസ് ഫാമിലി ബിസിനസ് വിൽ നോട്ട് ഏബിൾ ടു സർവൈവ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക, അടച്ചു പൂട്ടേണ്ട സിറ്റുവേഷൻസ് വരും. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫാമിലി ബിസിനസ് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക് ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. മനസ്സിലായി? ഏതെങ്കിലും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഹൗ ടു സർവൈവ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ ടോപ്പിക് ചോദിച്ച് കാണാറുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓഫ്ലൈൻ എന്ന് പറയുന്ന രീതിയിൽ എക്സാം നടക്കുകയാണെങ്കിൽ ഫാമിലി ബിസിനസിനെ കുറിച്ച് ചോദിച്ചാൽ ഫാമിലി ബിസിനസ് എന്താണെന്ന് പറഞ്ഞ സ്ലൈഡിനകത്തുള്ള 2-3 പോയിന്റ് എഴുതുക. അതിനുശേഷം അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് എഴുതുക. സപ്പോസ് അഡ്വാൻറ്റേജ് ഓഫ് ഫാമിലി ബിസിനസ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് ഫാമിലി ബിസിനസ് എന്താണെന്ന് എഴുതുക. എന്നിട്ട് അഡ്വാൻറ്റേജ് ചോദിച്ചിട്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് അറിയാവുന്നത് പോയിന്റ് വൈസ് ഒക്കെ പ്രസന്റ് ചെയ്യാം. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫാമിലി ബിസിനസ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ തന്നെ വേറൊരു രീതി എടുക്കാം.